ഡൊണാൾഡ് ട്രംപിന്റെ സൗദി പര്യടനത്തിൽ സിറിയൻ പ്രസിഡന്റ് അഹമ്മദ് അൽ ഷരായുമായുള്ള കൂടിക്കാഴ്ച മുൻകൂട്ടി തീരുമാനിക്കപ്പെട്ടിരുന്നതല്ല. റിയാദിലെ രാജകൊട്ടാരത്തിൽ നിന്ന് മുഹമ്മദ് ബിൻ സൽമാൻ രാജകുമാരനോടൊപ്പം നടന്നുവരുന്ന ട്രംപിനോട് മാധ്യമപ്രവർത്തകർ ചോദിക്കുന്നു, നിങ്ങൾ സിറിയൻ പ്രസിഡന്റിനെ കാണുന്നുണ്ടോ എന്ന്. ട്രംപിന്റെ മറുപടി കേൾക്കാൻ കഴിയുന്നില്ലെങ്കിലും അധരവായനയിൽ നിന്ന് യെസ് ഐ വിൽ സീ ഹിം എന്നാണ് ട്രംപ് പറയുന്നതെന്ന് മനസ്സിലാക്കാനായി. ഇതിന് പിന്നാലെയാണ് സൗദി US നിക്ഷേപക ഫോറം വേദിയിൽ ട്രംപ് ചരിത്രപരമായ ആ പ്രഖ്യാപനം നടത്തുന്നത്. സിറിയയ്ക്ക് മേലുള്ള അമേരിക്കൻ ഉപരോധങ്ങൾ താൻ എടുത്തുകളയാൻ പോകുന്നു. കാലങ്ങളായി സിറിയ യുദ്ധത്തിലാണ്. മരണവും ദുരിതവുമാണ് അവിടെ. സിറിയ സ്ഥിരത കൈവരിക്കുന്നതിൽ പുതിയ നേതാവിന് പ്രതീക്ഷയുണ്ട്. സിറിയയിൽ അതാണ് ഞങ്ങളും കാണാൻ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് ഒരു പതിറ്റാണ്ടിനിടെ ആദ്യമായി സിറിയയുമായുള്ള ബന്ധം നന്നാക്കുന്നതിനുള്ള ശ്രമം എൻ്റെ ഭരണകൂടം സ്വീകരിക്കുകയാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് സിറിയയ്ക്ക് മേലുള്ള ഉപരോധം പിൻവലിക്കാൻ പോകുന്നുവെന്ന് ട്രംപ് പ്രഖ്യാപിച്ചത്. മുഹമ്മദ് ബിൻ സൽമാനുമായുള്ള ചർച്ചകൾക്ക് ശേഷമാണ് തൻ്റെ തീരുമാനമെന്നും ട്രംപ് പറഞ്ഞിരുന്നു. തുർക്കിയെ പ്രസിഡന്റ് എർദോവാനും സമാനമായ ആവശ്യവുമായി തന്നെ വിളിച്ചുവെന്നും ട്രംപ് വെളിപ്പെടുത്തിയതോടെ സിറിയൻ അമേരിക്കൻ നയതന്ത്ര ചരിത്രത്തിലെ പുതിയ അധ്യായം രചിക്കപ്പെട്ടത് എങ്ങനെയെന്ന് വ്യക്തമായി. Likewise in Syria, which has seen so much misery and death, there is a new government that will hopefully succeed in stabilizing the country and keeping peace. That's what we want to see in Syria. They've had their share of travesty, war, killing, many years. That's why my administration has already taken the first steps toward restoring normal relations between the United States and Syria for the first time in more than a decade. And I'm very pleased to announce that Secretary Marco Rubio will be meeting with the new Syrian foreign minister in Turkey later this week. And very importantly, after discussing the situation in Syria with the Crown Prince, your Crown Prince, and also with President Erdogan of Turkey, who called me the other day and asked for a very similar thing, among others, and friends of mine, people that I have a lot of respect for in the Middle East, I will be ordering the cessation of sanctions against Syria in order to give them a chance at greatness. സിറിയയ്ക്ക് മേലുള്ള അമേരിക്കൻ ഉപരോധങ്ങൾ പിൻവലിക്കാനുള്ള തീരുമാനം ട്രംപ് പ്രഖ്യാപിച്ചതിനോടുള്ള സൗദി കിരീടാവകാശി മുഹമ്മദ് ബിൻ സൽമാന്റെ പ്രതികരണവും ശ്രദ്ധേയമായി. സിറിയൻ ഇടക്കാല പ്രസിഡന്റ് അഹമ്മദ് അൽ ഷരായുമായി ട്രംപ് നടത്തിയ കൂടിക്കാഴ്ച ഹ്രസ്വമായിരുന്നു. പക്ഷേ അതിൻ്റെ പ്രസക്തി വളരെ വലുതാണ്. മുഹമ്മദ് ബിൻ സൽമാനും കൂടിക്കാഴ്ചയിലുണ്ടായിരുന്നു. തുർക്കിയെ പ്രസിഡന്റ് എർദോവാൻ ഓൺലൈനായി കൂടിക്കാഴ്ചയിലെത്തിയിരുന്നു. അഞ്ച് ആവശ്യങ്ങളാണ് ട്രംപ് സിറിയൻ നേതാവ് അൽ ഷരായ്ക്ക് മുന്നിൽ വെച്ചത്. 1. ഏബ്രഹാം കരാറിൽ ഒപ്പുവെക്കുക, ഇസ്രയേലുമായുള്ള ബന്ധം നല്ലതാക്കുക. 2. എല്ലാ വൈദേശിക ഭീകരരോടും രാജ്യം വിടാൻ ആവശ്യപ്പെടുക. 3. പലസ്തീനി ഭീകരരെ നാടുകടത്തുക. 4. ഇസ്ലാമിക് സ്റ്റേറ്റിൻ്റെ പുനരുജ്ജീവനം തടയാൻ US-നെ സഹായിക്കുക. 5. നോർത്ത് ഈസ്റ്റ് സിറിയയിലെ ഐസിസ് ഡിറ്റൻഷൻ കേന്ദ്രങ്ങളുടെ പൂർണ്ണ നിയന്ത്രണം സിറിയൻ സർക്കാർ ഏറ്റെടുക്കുക. ഉപരോധങ്ങൾ പിൻവലിക്കുന്നതിന് പകരമായി സിറിയയ്ക്ക് മുന്നിൽ വെക്കുന്ന ഈ 5 ആവശ്യങ്ങൾ കൊണ്ട് ട്രംപ് എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് നോക്കാം. 2017 ട്രംപിൻ്റെ സൗദി സന്ദർശനത്തിന് പിന്നാലെയാണ് ബഹ്റൈനും UAEയും മൊറോക്കോയും സുഡാനും അടക്കമുള്ള രാജ്യങ്ങൾ ഇസ്രയേലുമായി സമാധാന ഉടമ്പടി ഒപ്പുവെച്ചതെന്ന് ഓർക്കണം. ഹമാസിൻ്റെ ഇസ്രയേൽ ആക്രമണവും തുടർന്നുണ്ടായ യുദ്ധവും തകർത്തെറിഞ്ഞ ഏബ്രഹാം ഉടമ്പടിയുടെ സാക്ഷാത്കാരമെന്ന ഉദ്യമത്തിന് പ്രതീക്ഷയുടെ പുതുനാമ്പുകൾ മുളയ്ക്കുകയാണ് സിറിയ അമേരിക്ക ചർച്ചകളിലൂടെ സംഭവിക്കുന്നത്. സിറിയയ്ക്ക് മേൽ അമേരിക്കൻ ഉപരോധം 46 വർഷങ്ങളായി നിലനിൽക്കുന്നതാണ്. ഭീകരവാദത്തെ പിന്തുണയ്ക്കുന്ന രാഷ്ട്രമെന്ന പദവിയാണ് US സിറിയയ്ക്ക് നൽകിയിരുന്നത്. ഇറാന്റെ നേതൃത്വത്തിലുള്ള ഇസ്രയേൽ അമേരിക്ക വിരുദ്ധ സഖ്യമായ ആക്സിസ് ഓഫ് റെസിസ്റ്റൻസിൽ അംഗമായിരുന്ന രാജ്യമാണ് സിറിയ. ബഷാർ അൽ അസദിന്റെ ഭരണകൂടത്തെ അട്ടിമറിച്ച് തഹ്രീർ ഹയാത്ത് അൽ ഷാം എന്ന സുന്നി വിമത സംഘടനയുടെ നേതാവ് അഹമ്മദ് അൽ ഷറ സിറിയയുടെ നേതൃത്വം ഏറ്റെടുത്ത ശേഷം സിറിയൻ നിലപാടിൽ മാറ്റം വന്നു.
ഇസ്രയേലിനോടും പാശ്ചാത്യ ശക്തികളോടും പതിറ്റാണ്ടുകളായി സ്വീകരിക്കുന്ന നിലപാടിൽ വലിയ മാറ്റമാണ് സിറിയയിലുണ്ടായത്. ഉപരോധങ്ങൾ ഒഴിവാക്കാനാണെങ്കിലും ഇസ്രയേലുമായി സിറിയ സമാധാന കരാറിലെത്തിയാൽ അത് ചരിത്രപരമാകും. എല്ലാ വൈദേശിക ശക്തികളോടും സിറിയ വിടാൻ ആവശ്യപ്പെടുക എന്നതുകൊണ്ട് സിറിയൻ സർക്കാർ നടപ്പാക്കേണ്ടി വരിക ഹെസ്ബുള്ള അടക്കമുള്ള ഇറാനിയൻ പിന്തുണയുള്ള സംഘങ്ങളെ പുറന്തള്ളുക എന്നതായിരിക്കും. ഖിലാഫത്ത് വീണെങ്കിലും നിരവധി IS സംഘങ്ങളും ഇപ്പോഴും സിറിയയിലുണ്ട്. അൽ-ഖൈദ ബന്ധമുള്ള സംഘങ്ങളും തുർക്കിയയുടെ പിന്തുണയുള്ള സംഘങ്ങളും സിറിയയിൽ പ്രവർത്തിക്കുന്നുണ്ട്. ലിവ അൽ ഖുദ്സ് പോലെയുള്ള പലസ്തീനിയൻ സംഘടനകൾ സിറിയയിൽ പ്രവർത്തിക്കുന്നുണ്ട്. ഐസിസിന്റെ പുനരുജ്ജീവനം തടയുക എന്നതും ട്രംപ് മുന്നോട്ട് വയ്ക്കുന്ന ആവശ്യങ്ങളിലുണ്ട് എന്നതിൽ നിന്നും മിഡിൽ ഈസ്റ്റിൽ ട്രംപിന്റെ അജണ്ട സുവ്യക്തമായി കഴിഞ്ഞു. ആദ്യ സന്ദർശനത്തിൽ ഗൾഫ് മേഖലയിൽ ഒറ്റപ്പെട്ടത് ഖത്തറാണ്. ഇത്തവണ അത് ഇറാനാണെന്ന് വ്യക്തം. സിറിയയാവട്ടെ പശ്ചിമേഷ്യയിൽ സൈനികമായും രാഷ്ട്രീയമായും ഏറ്റവും നിർണായകമായ ഇടമാണ്. സിറിയയെ കൂടി പാശ്ചാത്യ ചേരിയിലെത്തിക്കാൻ കഴിഞ്ഞാൽ അത് പശ്ചിമേഷ്യയുടെ വിധി മാറ്റി എഴുതുന്ന ഡിപ്ലോമാറ്റിക് മാസ്റ്റർ സ്ട്രോക്കാകും. ഉപരോധത്തിന്റെ ഭാരം ചുമലുകളിൽ നിന്നൊഴിഞ്ഞതിൻ്റെ ആഹ്ലാദം സിറിയൻ ജനതയും പ്രകടിപ്പിക്കുന്നുണ്ട്. യുദ്ധത്തിൻ്റെയും സംഘർഷങ്ങളുടെയും ഭീതിയുടെയും ദാരിദ്ര്യത്തിൻ്റെയും നാളുകൾ അവസാനിച്ചു കാണാൻ അവരും ആഗ്രഹിക്കുന്നുണ്ട്. രാഷ്ട്ര നേതാക്കളുടെ അജണ്ടകൾക്കതീതമായി സമാധാനമെന്ന ജനാഭിലാഷത്തിന് അന്തിമ വിജയമുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാം.